ഹായ്, നമസ്കാരം. ബോധിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ ഷാനു എൻ നാസർ. നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയം മാത്തമാറ്റിക്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ ചാപ്റ്റർ എന്താണെന്ന് പരിചയപ്പെട്ടു. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങൾ ചെയ്യുന്ന വർക്കുകളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. നിർബന്ധമായും വർക്കുകൾ യഥാസമയം ചെയ്ത് ക്ലാസ് ടീച്ചറിന് അയക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പാഠഭാഗം, കണക്കിനെ സംബന്ധിച്ച് ഏതെങ്കിലും പാഠഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് യഥാസമയം തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനോട് പങ്കുവയ്ക്കുക. എത്രയും വേഗം നിങ്ങൾക്ക് അതിന്റെ പരിഹാരം കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ നമ്മൾ പഠിച്ചു നിർത്തിയത് സമചതുരങ്ങളുടെ ചുറ്റളവ് പെരിമീറ്റർ, പരപ്പളവ് ഏരിയ, ലെങ്ത് ഓഫ് ദി ഡയഗണൽ, സൈഡ്സ്, ഇവയുടെ സീക്വൻസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതി നിർത്തിയത്. ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ ഒരു റോംബസിന്റെ കാര്യത്തിൽ ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് നമ്മുടെ ടെക്സ്റ്റ് പേജ് നമ്പർ 8 ഒരു ഫിഗർ ഉണ്ട്. ഒരു സ്ക്വയർ, അതിന്റെ ഓരോ സൈഡും ഓരോ മീറ്റർ വീതമാണ്. ഓക്കെ, അതിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ച് അതിന്റെ ഉള്ളിലായിട്ട് ഒരു ജിയോമെട്രിക് ഷേപ്പ് വരച്ചിരിക്കുന്നു, ഒരു പോളിഗൺ. ഒരു നീല കളറിൽ വരച്ചിരിക്കുന്നു. ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്ത്, ടെക്സ്റ്റിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 8 അപ്പൊ ഈ കിട്ടുന്ന രൂപം എന്താ? ഇതൊരു റോംബസ് ആണ്. റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്ത്രികം. റോംബസ് അഥവാ സമഭുജ സാമാന്ത്രികമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, ദെൻ നമ്മളത് പറഞ്ഞിരിക്കുന്ന കാര്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ക്വയർ ആണെന്ന് പറയാം. ഈ ചെറിയ സമചതുരത്തിന്റെ ഏരിയ എന്തായിരിക്കും? അപ്പൊ ഇത് 1 സെന്റിമീറ്റർ ആണ് എങ്കിൽ, വശം 1 സെന്റിമീറ്റർ ആണ്, 1 മീറ്റർ ആണ് എങ്കിൽ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് 1/2 മീറ്റർ ആയിരിക്കും. ഇത് മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇതും 1/2 മീറ്റർ ആയിരിക്കും. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പേര് കൊടുക്കുന്നു, ABC. ഈ ABC എന്നത് ഒരു മട്ട ത്രികോണമാണ്, റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ ആണ്. ഓക്കെ, എന്ന് മാത്രമല്ല ABC = എന്താ? BC ആണ്. പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ തുല്യമാണ്. അപ്പൊ ഇതെന്തായിരിക്കും? ABC, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ABC ഈസ് ആൻ ഐസോസെലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. എന്താണ്? ഒരു സമപാർശ്വ മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആർ ഈക്വൽ. അതിന്റെ ലംബവശങ്ങൾ തുല്യമാണ്. ലംബവശങ്ങൾ തുല്യമാകുന്ന മട്ടത്രികോണത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോസെലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ അഥവാ സമപാർശ്വ മട്ടത്രികോണം എന്ന് പറയുക. ഓക്കെ, അപ്പോ ഇതിന്റെ കോണുകൾ ഇൻ ഐസോസെലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ അല്ലെങ്കിൽ ട്രയാംഗിൾ ABC. അപ്പൊ അതിന്റെ ആംഗിൾ എങ്ങനെ വരും? ആംഗിൾസ് ആർ, ത്രികോണ ABCയിൽ കോണുകൾ എങ്ങനെ കിട്ടും? കോണുകൾ എങ്ങനെ കിട്ടും? ആംഗിൾസ് എങ്ങനെ വരും ഇവിടെ? ആംഗിൾസ് ആർ 45 ആൻഡ് 90 ഡിഗ്രി. കോണുകൾ എന്തായിരിക്കും? 45 90 വീതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? therefore opposite sides are in the ratio. എതിർവശങ്ങൾ തമ്മിലുള്ള അംശം എന്താകും? എതിർവശങ്ങൾ തമ്മിലുള്ള അംശം എന്താ? അംശം എന്തായിരിക്കും? 1:1:√2 ആയിരിക്കും. 1:1:√2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ലെങ്ത് നമുക്ക് എങ്ങനെ എടുക്കാം? x√2 ഈ മോഡലുകൾ. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്താണ് 1/2 മീറ്റർ എന്ന് കിട്ടിയത്.
അങ്ങനെയാണെങ്കിൽ ഇത് 1/2 തന്നെയാണ്. ഈ എ സി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? എക്സ് റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് 2 എന്ന് കിട്ടും. മനസ്സിലായ? അതായത് വൺ സൈഡ് ഓഫ് ബ്ലൂ സ്ക്വയർ അല്ലെങ്കിൽ എന്ത് പറയാം, റോംബസ് സമഭുജ സാമാന്തരിക അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിന്റെ ഒരു വശം എത്രയെന്ന് കിട്ടി? 1/2 റൂട്ട് 2. ഇതിനെങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു റൂട്ട് 2/2 എന്ന് എഴുതാം. റൂട്ട് 2/2 എന്ന് എഴുതാം. ഇനി ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സംഖ്യയുടെ സ്ക്വയർ ആണ്. അപ്പൊ ഏരിയ എന്ത് വരും? ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് 2/2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? റൂട്ട് 2ന്റെ സ്ക്വയർ എന്താണ്? 2/4. രണ്ടോട് സിംപ്ലിഫൈ ചെയ്ത ആൻസർ എന്ത് വരും? 1/2 എന്ന് കിട്ടും. അപ്പോ ഈ വലിയ ചെറിയ ബ്ലൂ ഷെയ്ഡിലുള്ള റോംബസ് അല്ലെങ്കിൽ അതൊരു സ്ക്വയറും തന്നെയാണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടി? 1/2 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇതാണെങ്കിൽ അത്രയും മീറ്റർ ആണ് അതിന്റെ ഒരു വശം. ഓക്കെ, നമ്മൾ ഒരു വശം കണ്ടുപിടിച്ചു, അതിന്റെ ഏരിയയും കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ? ഫിഗർ ഇങ്ങനെ തുടർന്ന് പോകുന്നു. ഇതേ കാര്യം അടുത്തൊരു ഫിഗറും കൂടി വരുന്നു എന്ന് കരുതുക. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. ഒന്ന്, അകത്ത് വന്നതിന്റെ സൈഡ് എങ്ങനെ കിട്ടിയെന്ന് ഓർക്കുക. സൈഡ് എങ്ങനെയാ കിട്ടിയത്? ഇതിനകത്ത് വന്നതിന്റെ സൈഡ് എങ്ങനെ കിട്ടി? 1/2 റൂട്ട് 2 അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഓർ റൂട്ട് 2/2 ഇത്രയും മീറ്റർ ആയിരുന്നു. ദെൻ ഏരിയ എങ്ങനെ കിട്ടി? പരപ്പളം എങ്ങനെ കിട്ടി? ഇതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? റൂട്ട് 2/2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2/4 ഈസ് ഈക്വൽ ടു 1/2 മീറ്റർ. ഇതാണ് ഫസ്റ്റ് ഫിഗറിലുള്ള കാര്യം. അടുത്ത ഫിഗർ സെയിം മെഷർ ആണ്, പക്ഷെ ഞാൻ കുറച്ച് അകത്തോടെ വരയ്ക്കണം. ഞാൻ ഇത്തിരി വലുതാക്കി വരയ്ക്കണേ. ഇത് ഔട്ടർ സ്ക്വയർ ഏറ്റവും പുറമെ ഉള്ളത് 1 മീറ്റർ ആണ് അതിന്റെ വശം. അതിന്റെ ഉള്ളിലായിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ച റോംബസ് അല്ലെങ്കിൽ അതിനെ സ്ക്വയർ എന്ന് വിശേഷിപ്പിക്കുക, സമചതുരം എന്ന് പറയാം. ആ സമചതുരം ഓക്കെ. ഇനി ഇതിന്റെ മധ്യബിന്ദുക്കളെ യോജിപ്പിക്കുന്നു. പുതിയൊരു ഫിഗർ വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? എന്തായിരിക്കും ഏറ്റവും ഉള്ളിലായിട്ട് വരച്ചിരിക്കുന്നതിന്റെ ഏരിയ? ഇപ്പൊ ഇതൊന്നാണ്, അതിന്റെ പകുതി ഇവിടെ അര കിട്ടി. ഈ വശം എത്ര കിട്ടി? 1/2 റൂട്ട് 2 എന്ന് കിട്ടി. ഇനി ഇതിന്റെ വശം എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അതിന്റെ ഏരിയ എങ്ങനെ വരും? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 1/2 റൂട്ട് 2 അല്ലെങ്കിൽ റൂട്ട് 2/2 ആണ് കിട്ടിയത്. അതിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്ത് പോവും, പകുതിയാകും. അപ്പൊ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കൊടുത്താൽ PQ. PQ എന്ന് പറയുന്നത് PR-ന്റെ പകുതിയാണ്. PQ is equal to half of PR ആണ്. ഓക്കെ, is equal to എന്താണ് PR-ന്റെ ലെങ്ത്? PR എത്രയാ? PR is equal to PR എത്രയാണ്? റൂട്ട് 2/2 ആണ്. അപ്പൊ അതിന്റെ പകുതി half into റൂട്ട് 2/2 is equal to റൂട്ട് 2/4 എന്ന് കിട്ടും. ഓക്കെ, ഇത് റൂട്ട് 2/4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അളവ് എന്തായിരിക്കും? ട്രയാങ്കിൾ PQSല് QSന്റെ അളവ് എന്താകും? ട്രയാങ്കിൾ PQSല് സൈഡ്സിന്റെ റേഷ്യോ എങ്ങനാ? സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ. കോണുകളത്തെ ഒരു ആംഗിൾസ് എത്ര? 45, 45, 90 ഇല്ലേ? അപ്പൊ സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:1 റൂട്ട് 2. 1:1 റൂട്ട് 2. അങ്ങനെയാണെങ്കിൽ QS എത്ര കിട്ടും? QS is equal to എങ്ങനെ വരും? റൂട്ട് 2 ഡിവൈഡഡ് ബൈ 4 into റൂട്ട് 2. X റൂട്ട് 2. X റൂട്ട് 2ന്റെ സ്ഥാനത്താണ് ഇത് വരുന്നത്. ഓക്കെ, is equal to റൂട്ട് 2 into റൂട്ട് 2 ഡിവൈഡഡ് ബൈ 4 is equal to 2/4 is equal to 1/2. അപ്പൊ ഇതിന്റെ സൈഡ്
1/2 എന്ന് കിട്ടും. ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എന്ത് വരും? ഇതിനകത്ത് ഇതിന്റെ ഏരിയ എന്ത് വരും? ഏരിയ എന്ത് വരും? 1/2 the whole square is equal to 1/4 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഫിഗർ വരുന്നത്. ക്ലിയർ ആയല്ല? ഇങ്ങനെ പടം തുടർന്ന് പോവുകയാണ്. അപ്പം നമുക്ക് വേണ്ടത് ഏരിയയുടെ സീക്വൻസ് എങ്ങനെ പോകും? ഏറ്റവും പുറമെയുള്ള ഏരിയ, സീക്വൻസ് ഓഫ് ഏരിയ, ഏരിയയുടെ പരപ്പളവിന്റെ ശ്രേണി, ഏരിയയുടെ സീക്വൻസ്. ഏറ്റവും വലുതിന്റെ ഏരിയ എത്രയായിരുന്നു? 1 മീറ്റർ. അതിനകത്ത് വെച്ചപ്പോ എത്ര കിട്ടി? ഏരിയ എത്ര കിട്ടി? 1/2 മീറ്റർ. അതിനകത്ത് വെച്ചപ്പോ ഏരിയ എത്ര കിട്ടി? 1/4 മീറ്റർ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ ഫിഗർ നമ്മൾ ഉള്ളിലേക്ക് വരയ്ക്കും തോറും, ഓരോ പടം നമ്മൾ അകത്തേക്ക് വരയ്ക്കും തോറും ഏരിയ എന്താകുന്നു? പകുതിയാകുന്നു. ഇനി അടുത്തതായി ഇതിനകത്ത് ഇങ്ങനെ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുന്നു, അപ്പൊ അതിന്റെ ഏരിയ എന്താകും? ഈ 1/4ന്റെ പകുതി. അപ്പൊ അടുത്തത് എന്ത് കിട്ടും? 1/8. 1/8. ഇപ്പൊ ഫ്രാക്ഷന്റെ പകുതി എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ? ഫ്രാക്ഷന്റെ പകുതി, ഫ്രാക്ഷന്റെ ഇരട്ടി. ഫ്രാക്ഷന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിനോമിനേറ്റർ ഇരട്ടിയാവും. ഫ്രാക്ഷന്റെ പകുതി എന്ന് പറഞ്ഞാൽ, ഭിന്നസംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഛേദം ഇരട്ടിക്കും. ഓക്കെ, ഭിന്നസംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അംശ ഇരട്ടി. ഭിന്നസംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അംശ ഇരട്ടിക്കും, ഭിന്നസംഖ്യയുടെ ഛേദം പകുതി എന്ന് പറഞ്ഞാൽ ഛേദ ഇരട്ടിക്കും. അതായത് നമ്മൾ ചെയ്യുന്നത്രേ ഉള്ളൂ, ഒരു ഭിന്നസംഖ്യയുടെ പകുതി കണ്ടുപിടിക്കാം. ഇപ്പൊ x/y പകുതി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഛേദമാണ് അവിടെ ഇരട്ടിക്കുക, ഡിനോമിനേറ്റർ ഡബിൾ ആകും. ഓക്കെ, ഇരട്ടി കാണാൻ പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടി കാണുക എന്ന് പറഞ്ഞാൽ x/y × 2. അപ്പം 2x അംശം ഇരട്ടിക്കും. ഈ ഒരു കാര്യം ഓർമ്മിച്ചുകൊള്ളുക. ഭിന്നസംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഛേദം ഇരട്ടിക്കും, ഭിന്നസംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ആര് ഇരട്ടിക്കും? അംശം, ന്യൂമറേറ്റർ ഡബിൾ ആകും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ പാർട്ട്. നെക്സ്റ്റ് പേജ് നമ്പർ 10, 11. അതിലൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് 5ന്റെയും ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദി സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയേഴ്സ്, റെഗുലർ പെന്റഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. നമുക്ക് കുറച്ച് നമ്പർ സീക്വൻസ് തയ്യാറാക്കണം, സംഖ്യാശ്രേണി തയ്യാറാക്കണം. ഏതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ? സമബഹുഭുജങ്ങളായ സമഭുജ ത്രികോണം, ദെൻ സമചതുരം, സമപഞ്ചഭുജം, ഇങ്ങനെ പോകുന്ന സമബഹുഭുജങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് സീക്വൻസ്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് പോളിഗൺസ് കൊടുക്കാം. നമ്പർ ഓഫ് പോളിഗൺ, അല്ലെങ്കിൽ നൈം ഓഫ് പോളിഗൺ. നമ്പർ വേണ്ട, നൈം ഓഫ് പോളിഗൺ. നൈം ഓഫ് പോളിഗൺ ഏതൊക്കെയാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം, സമഭുജ ത്രികോണം, ദെൻ സ്ക്വയർ, നമ്പർ ഓഫ് റെഗുലർ ആണേ, സ്ക്വയർ, സമചതുരം, ദെൻ റെഗുലർ പെന്റഗൺ, റെഗുലർ പെന്റഗൺ, സമപഞ്ചഭുജം, സമപഞ്ചഭുജം. അടുത്ത റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ, സമഷഡ്ഭുജം. ഞാനിപ്പോ 6 ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ചെയ്യുമ്പോൾ റെഗുലർ ഡെക്കഗൺ വരെ, ദശഭുജം വരെയുള്ള, സമദശഭുജം വരെയുള്ളത് ബാക്കി ചെയ്തു പോകണം. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം, വശങ്ങളുടെ എണ്ണം.
then sum of inner angle. Sum of inner angle. ആന്തരകോണുകളുടെ തുക. ആന്തരകോണുകളുടെ തുക. Then next, sum of outer angle. Sum of outer angle. ബാഹ്യകോണുകളുടെ തുക. ബാഹ്യകോണുകളുടെ തുക. നെക്സ്റ്റ്, one inner angle. One inner angle. ഒരു ആന്തരകോൺ. ഒരു ആന്തരകോൺ. അടുത്തത് one outer angle. One outer angle. ഒരു ബാഹ്യകോൺ. ഒരു ബാഹ്യകോൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിന് എത്ര വശമുണ്ട്? എത്ര വശമുണ്ട്? 3 വശമാണ്. ത്രികോണത്തിന് 3 വശം. സമഭുജ ത്രികോണത്തിന് എത്ര വശം തന്നെ? 3 വശം തന്നെയാണ്. സ്ക്വയർ, സമചതുരത്തിന് എത്ര വശമുണ്ട്? 4. സമപഞ്ചഭുജത്തിന് 5 വശം. സമഷഡ്ഭുജത്തിന് 6 വശം. ഇങ്ങനെ പോകും. സം ഓഫ് ഇന്നർ ആംഗിൾ, ആന്തരകോണുകളുടെ തുക. ത്രികോണത്തിന്റെ കോണിന്റെ തുക എത്രയാ? 180 ആണ്. സ്ക്വയർ ആകുമ്പോ എത്ര വരും? 360 അല്ലെ? സമചതുരത്തിന് എത്രയുണ്ട്? ആന്തരകോണുകളുടെ തുക എന്ന് വെച്ചാൽ 360 ഡിഗ്രിയാണ്. നോക്കൂ, ഇതാണ് സമചതുരം. ഓരോ കോണും 90 ഡിഗ്രി വീതമാണ്. അപ്പൊ എന്ത് കിട്ടും? 360 കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വശങ്ങളുടെ എണ്ണം n ആണ് എങ്കിൽ ആന്തരകോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ n-2 into 180. അപ്പൊ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 3 ആണ്. 3 - 2 into 180. 1 into 180 കിട്ടും. 4 - 2 into 180. 2 ഗുണം 180 360 കിട്ടും. 5 - 2 into 180. 3 into 180 540 കിട്ടും. 4 into 180 720 കിട്ടും. അടുത്ത ബാഹ്യകോണുകളുടെ തുകയാണ്. ബാഹ്യകോണുകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബാഹ്യകോണുകളുടെ തുക എപ്പോഴും സ്ഥിരമായിരിക്കും. ഏത് ബഹുഭുജം എടുത്താലും ബാഹ്യകോണുകളുടെ തുക എത്ര തന്നെയാണ്? 360 തന്നെയാണ്. ഞാൻ ഉദാഹരണത്തിന് ചെറിയ കാര്യം കാണിച്ചാൽ, ഇപ്പൊ ഇതൊരു സ്ക്വയർ വെച്ചു, അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതൊരു സ്ക്വയർ ആണ്. ഇത് അകത്തുള്ള ഓരോ കോണുമാണ് അതിന് ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ആന്തരകോണം എന്ന് പറയുന്നത്. ഇതിന്റെ വശങ്ങളെ അങ്ങോട്ട് ഇവിടെ നീട്ടുന്നു. അപ്പൊ ഈ കിട്ടുന്ന ഈ ആംഗിൾ വേറെ കണ്ടോണ്ട് മാർക്ക് ചെയ്യാം. ഈ ആംഗിൾ ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യുന്ന ഈ ആംഗിൾ, ഇത് മാർക്ക് ചെയ്ത് അറിയാൻ വേണ്ടിയാണ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് വരയ്ക്കാനുള്ളത്. പെട്ടെന്ന് അറിയാൻ വേണ്ടി മാർക്ക് ചെയ്തതാണ്. ഓക്കെ, ഈ വരച്ചിരിക്കുന്ന റെഡ് ഇങ്ക് വെച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആംഗിൾസ്, ഇതിന്റെ എല്ലാം വില എത്ര? അകത്ത് ഓരോന്നും 90 അല്ലേ? അപ്പൊ ഇത് 90, ഇത് 90, ഇത് 90, ഇതും 90, 4 90, 360. ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലോ സിമ്പിൾ ആയിട്ട് ഇത് 60, ഇത് 70, ഇത് 50 ആണെന്ന് കരുതുക. ഇത് 50 ആണെങ്കിൽ ഇത് എത്ര വരും? 130. കാരണം രേഖീയ ജോഡി, ലീനിയർ പേ. ഇത് 60 ആണെങ്കിൽ ഇത് 120, ഇത് 70 ആണെങ്കിൽ ഇത് 110. 110ഉം 130 എത്ര വരും? 240. 240ഉം 120 എത്ര? 360. അപ്പം ഏത് ബഹുഭുജം എടുത്താലും, ഇത് ജനറലൈസ് ചെയ്ത് പറയാം. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഏത് ബഹുഭുജം എടുത്താലും അതിന്റെ ആന്തരകോണുകളുടെ തുക n-2 into 180 എന്ന് കിട്ടും. ദെൻ ബാഹ്യകോണുകളുടെ തുകയാണെങ്കിൽ എല്ലാത്തിനും എന്ത് തന്നെയായിരിക്കും? 360 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി ഒരു ആന്തരകോണിന്റെ അളവ്, ഒരു ആന്തരകോണിന്റെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 180/3. ആന്തരകോണിന്റെ തുക എന്ത് ചെയ്താൽ മതി? വശങ്ങളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും കോണുകളുടെ എണ്ണം. വശങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ് എന്ത്? കോണുകളുടെ എണ്ണം. നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് നമ്പർ ഓഫ് ആംഗിൾസ് ആർ ഈക്വൽ. നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് നമ്പർ ഓഫ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെ വശങ്ങളുടെ എണ്ണം 3 ആണ്, കോണുകളുടെ എണ്ണം എത്ര തന്നെ?
ആംഗിൾസിന്റെ എണ്ണവും നമ്പർ ഓഫ് ആംഗിൾസ് ഇത്ര തന്നെ 3 തന്നെയാണ്. അപ്പൊ 180 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 60 എന്ന് കിട്ടും. സ്ക്വയറിന്റെ ആണെങ്കിലോ 360 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. സോ ഓക്കെ. ദെൻ പഞ്ചഭുജം റെഗുലർ പെന്റഗൺ ആണെങ്കിലോ 540 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു വാട്ട്? 108 എന്ന് കിട്ടും. 108 ഡിഗ്രി എന്ന് കിട്ടും. 108 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് 720 ഡിവൈഡഡ് ബൈ 6 എത്രയെന്ന് വരും? 120 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് ഇങ്ങനെ പോകും ആന്തരകോണുകളുടെ അളവുകളുടെ ഒരു ആന്തരകോണിന്റെ അളവ്. അപ്പൊ ആന്തരകോണിന്റെ അളവുകളുടെ തുകയെ ആന്തരകോണിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 ഇന്നർ ആംഗിൾ കിട്ടും. ദെൻ 1 ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിളിന്റെ സമയം എത്ര? 360 ഡിവൈഡഡ് ബൈ 3. ആൻസർ എത്ര? 120. ദെൻ നെക്സ്റ്റ് സ്ക്വയറിന്റെ ആവുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 90. ദെൻ 360 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 72. ദെൻ 360 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 60. ഇങ്ങനെ കിട്ടും. ഇനി ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഒരു ആന്തരകോണും ഒരു ബാഹ്യകോണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ലീനിയർ പെയർ ആയിട്ട് വരും. അതൊരു കാര്യം. രണ്ട് ആന്തരകോണും ഒരു ബാഹ്യകോണും തുല്യമായിട്ട് വരുന്ന ആരിലാണ്? സ്ക്വയറിലാണ് ആന്തരകോണും ബാഹ്യകോണും, റെക്ടാങ്കിൾ അതിലാണ് ആന്തരകോണും ബാഹ്യകോണും ഓരോന്നും തുല്യമായിട്ട് വരും. ഓക്കെ. അപ്പൊ ഇതാണ് പട്ടിക. ഇതേ പട്ടിക വെച്ച് ഇതിന്റെ എല്ലാം പൊതുരൂപം ബീജഗണിതം എഴുതാനായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആൾജിബ്ര ഓഫ് സീക്വൻസ് പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ഓക്കെ. Next question. Look at these triangles made with dots. പൊട്ടുകൾ അടുക്കിയുണ്ടാക്കിയ ഈ ത്രികോണങ്ങൾ നോക്കുക. How many dots are there in each? ഓരോന്നിലും എത്ര പൊട്ടുകളാണ് ഉള്ളത്? അപ്പൊ ആദ്യത്തില് 3 പൊട്ടാണ്. അടുത്തതില് ഷേപ്പ് ഇങ്ങനെയാണ്. അടുത്തതിന്റെ ഷേപ്പ്